ഉത്തമഗീതം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. I am my beloved's and my beloved is mine. He feeds his flock among the lilies. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മണവാട്ടിയുടെ തോഴിമാരായ യെരുശലേം പുത്രിമാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മണവാട്ടി ഈ ഉത്തരം പറയുന്നത്. ഇതേ കാര്യം തന്നെ അവൾ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നു. അവിടെ തന്റെ മണവാളൻ എന്താണ് മേയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവൻ താമരകളുടെ ഇടയിൽ ആട് മേയ്ക്കുന്നു. തോഴിമാരായ യെരുശലേം പുത്രിമാരുടെ ചോദ്യം ഇതായിരുന്നു: നിന്റെ പ്രിയൻ ഏത് വഴിക്ക് പോയിരിക്കുന്നു? അവൻ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെയും തന്റെ മണവാട്ടിയായ സഭയെയും പ്രതിനിധീകരിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് വേദപണ്ഡിതാക്കന്മാർ സ്ഥിരീകരിച്ചിരിക്കുന്ന വസ്തുതയാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണല്ലോ സഭ. സഭയ്ക്കും ക്രിസ്തുവിനും അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് സഭ പറയുന്നു, ഞാൻ ക്രിസ്തുവിനുള്ളവളാണ്. അതുപോലെ ക്രിസ്തുവും സഭയെ പരിപാലിക്കുന്നു, തന്റെ ആടുകളെ മേയ്ക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവനെ കൊടുത്ത യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആടുകൾ. ആടുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. തന്റെ ഇടയനെ അനുഗമിക്കണം, തന്റെ വാക്കുകൾ കേൾക്കണം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആടുകളെ നന്നായി പരിപാലിക്കുന്ന ഇടയൻ. 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ആ സങ്കീർത്തനം മുഴുവനും തന്റെ ആടുകൾക്ക് വേണ്ടി ഇടയൻ ചെയ്യുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അവസാന വാക്യം വായിക്കുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നല്ല ഇടയനായ യേശു കർത്താവ് പരിപാലിക്കുന്ന ആടുകൾ എന്നെന്നും അവനോടൊപ്പം വസിക്കാൻ പോവുകയാകുന്നു. നമ്മെ വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ഇടയൻ. കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ജീവിതത്തിന്റെ പന്താവിൽ ധാരാളം കൂരിരുകളും അനർത്ഥങ്ങളും ആപത്തുകളും വന്നെന്നിരിക്കും. അവിടേക്ക് ഓടിയെത്തുന്ന ഒരു ഇടയനെയാണ് നാം വിശ്വസിക്കുന്നത്. ഈ ഇടയന്റെ സംരക്ഷണത്തിലായിരിക്കാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയോടൊപ്പം എന്നെന്നും വസിക്കുവാൻ യേശുക്രിസ്തു മൂലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.